മസാല ബോണ്ട് കേസിൽ നിയമപോരാട്ടം തുടരുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് ഹാജരാകില്ലെന്ന് ഇഡിയെ അറിയിച്ചു. ഇതിനിടെ ഇഡി സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിലെത്തി. നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് ഇഡി വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി വ്യക്തമാക്കി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇന്ന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് ഹാജരാകില്ലെന്ന് തോമസ് ഐസക് ഇഡിയെ അറിയിച്ചു. ക്രമരഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കിഫ്ബിയാണ് പരിശോധിക്കേണ്ടതെന്നും അതിന് തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യമില്ലെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബി നൽകിക്കഴിഞ്ഞിട്ടുള്ള വിവരത്തിൻ്റെ അപ്പുറം എന്ത് വിവരം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടോ. ഇതിലെന്തിനാ എൻ്റെ അക്കൗണ്ട് നോക്കേണ്ടത്? ക്രമരഹിതമായിട്ടാണോ വായ്പ എടുത്ത്? ഈ വായ്പയുടെ എല്ലാം ഓൺലൈനാണ്. എൻ്റെ കയ്യിലോട്ടെല്ലാം പണം വരുമോ? വെറുതെ ഹരാസ് ചെയ്യുക, വിളിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉച്ചവരെ വൈകുന്നേരം വരെ വെറുതെ നിർത്തുക. ശരി, അടുത്ത ദിവസം വാ. ഇതിനിടെ ഇഡി സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിലെത്തി. നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് ഇഡി വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി വ്യക്തമാക്കി. രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് വേണ്ടതെന്നും അതിനുശേഷമേ മൊഴിയെടുക്കാൻ സാധിക്കൂവെന്നും ഇഡി ബോധിപ്പിച്ചു. ഇഡി ആവശ്യപ്പെട്ട സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ നൽകുന്നതിൽ തെറ്റെന്താണെന്ന് കിഫ്ബിയോട് കോടതി ആരാഞ്ഞു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിക്ക് നിർദ്ദേശം നൽകിയ കോടതി ഹർജി ഈ മാസം 17 മാറ്റി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.